നമ്മുടെ നാടിന് ഡെങ്കിപ്പനിയെ എങ്ങനെ പ്രതിരോധിക്കാം? ഞാൻ ഡോക്ടർ അജു മാത്യു. ഞാൻ ഓങ്കോളജിസ്റ്റായിട്ടാണ് പൊതുവേ നിങ്ങളുടെ മുമ്പിൽ വരാറുള്ളത്. എന്നാൽ ഇന്ന് വരുന്നത് എപ്പിഡെമിയോളജിസ്റ്റ് എന്ന എൻ്റെ അഡീഷണൽ റോളിൻ്റെ ബേസിസിലാണ്. ഞാൻ കാര്യത്തിലേക്ക് കിടക്കാം. എല്ലാ ഡെങ്കിപ്പനി സീസണിലും ഞാൻ ധാരാളം രോഗികളെ കാണാറുണ്ട്. ഡെങ്കിപ്പനിയുടെ പ്രോബ്ലംസ് കാരണം ഹോസ്പിറ്റലൈസ് ചെയ്യപ്പെടുന്നവർ, ICUയിൽ അഡ്മിറ്റ് ആയിപ്പെടുന്നവർ, റെയർലി ഈവൻ മരണം വരെ സംഭവിക്കുന്ന കുടുംബങ്ങൾ. അപ്പോൾ ചെറിയൊരു അസുഖമല്ല ഈ ഡെങ്കിപ്പനി എന്ന് പറഞ്ഞാൽ. ചെറിയൊരു നിസ്സാര ജീവിയാണ് ഇത് ഉണ്ടാക്കുന്നതെങ്കിലും കാര്യമായി കേരള സമൂഹത്തെയും ലോകത്തിൽ പല രാഷ്ട്രങ്ങളെയും എഫക്റ്റ് ചെയ്യുന്ന, ബാധിക്കുന്ന ഒരു രോഗമാണ്. ഈ രോഗത്തെ എങ്ങനെ പ്രതിരോധിക്കാം? നമ്മൾ ഇന്നത്തെ ശാസ്ത്ര സാങ്കേതിക വിദ്യയുടെ, ടെക്നോളജിയുടെ ഉപയോഗം ഹെൽത്ത് കെയറിലേക്കും കടത്തിക്കൊണ്ട് വരേണ്ടിയിരിക്കുന്ന ഒരു ഫീൽഡാണ് ഡെങ്കി ഫീവർ പ്രിവെൻഷൻ എന്നുള്ളത്. പ്രത്യേകിച്ച് തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളുടെ ഇലക്ഷൻ വരുന്ന ഈ സമയത്ത് പോളിസി മേക്കേഴ്സിൻ്റെ ശ്രദ്ധ ഞാൻ ഈ ഒരു കാര്യത്തിലേക്ക് അട്രാക്റ്റ് ചെയ്യാനായിട്ട് ആഗ്രഹിക്കുന്നു. ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസ് എന്നൊക്കെ നമ്മൾ കുറേ കേൾക്കുന്നുണ്ടാകും. എന്നാൽ എങ്ങനെയാണ് ഈ AI നമുക്ക് ഹെൽത്ത് കെയറിൽ ഉപയോഗിക്കേണ്ടത് എന്നുള്ളതിൻ്റെ ഏറ്റവും ബെസ്റ്റ് എക്സാമ്പിളാണ് ഡെങ്കി ഫീവർ പ്രിവെൻഷൻ. അതിന് ഏറ്റവും ആവശ്യമായിട്ട് വേണ്ടുന്നത് ഡെങ്കിപ്പനി കഴിഞ്ഞ നാളുകളിൽ വന്നിട്ടുള്ള വ്യക്തികളുടെ ഡീറ്റെയിൽസ്, അവരെവിടെ റിസൈഡ് ചെയ്യുന്നു, എവിടെ താമസിക്കുന്നു എന്നുള്ള ഡേറ്റയാണ്. അത് കേരളത്തിൽ നോട്ടിഫയബിൾ ഡിസീസായ ഡെങ്കി ഫീവർ ഉള്ളിടത്തോളം കാലം നമ്മുടെ പബ്ലിക് ഹെൽത്ത് ഡിപ്പാർട്ട്മെൻറ്റിൻ്റെ കീഴിൽ ഓരോ വർഷവും ഏതൊക്കെ ലൊക്കാലിറ്റിയിൽ നിന്ന്, ഏതൊക്കെ റോഡിൽ നിന്നാണ് ഡെങ്കിപ്പനിയുള്ള പേഷ്യൻസ് വന്നിരിക്കുന്നത് എന്നുള്ളത് കൃത്യമായി നമുക്കറിയാം. ഈ അറിവ് ഉപയോഗിക്കാതെ വെറുതെ പബ്ലിക് ഹെൽത്ത് ഡേറ്റാബേസിൽ ഇരുന്നുകൊണ്ട് ഒരു കാര്യവുമില്ല. ഈ ഡേറ്റാബേസിലുള്ള ഇൻഫർമേഷൻ നമുക്ക് ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസ് യൂസ് ചെയ്തുകൊണ്ട്, മെഷീൻ ലേണിംഗ് യൂസ് ചെയ്തുകൊണ്ട് ക്ലിയറായിട്ട് അടുത്ത സീസണിൽ എപ്പോഴാണ് ഔട്ട് ബ്രേക്ക് വരുന്നതെന്ന് കണ്ടുപിടിക്കാൻ സാധിക്കും. അതുകൂടാതെ ഏത് ലൊക്കാലിറ്റിയിലാണ് എപ്പോഴാണ് വരുന്നതെന്നും കണ്ടുപിടിക്കാൻ സാധിക്കും. ഇങ്ങനെയുണ്ടെങ്കിൽ ഡെങ്കിപ്പനി വരാൻ സാധ്യതയുണ്ടാകുന്ന സ്ഥലങ്ങളെയും ടൈമും മാസവും നേരത്തെ അറിയുകയാണെങ്കിൽ വെക്റ്റർ കൺട്രോൾ സ്ട്രാറ്റജീസ് ആ ലൊക്കാലിറ്റീസിൽ ഫോക്കസ് ചെയ്തുകൊണ്ട് എൻഫോഴ്സ് ചെയ്യാൻ സാധിക്കും. ഇത് ഞാൻ മാത്രം പറയുന്ന കാര്യമില്ല. ലോകത്ത് പല രാഷ്ട്രങ്ങളും ടെസ്റ്റ് ചെയ്ത് ഉപയോഗിക്കുന്നൊരു കാര്യമാണ്. യൂസിങ് AI to prevent dengue fever epidemic in a locality through outbreak prediction as well as focused vector control strategies. നമ്മുടെ നാട്ടിൽ ഡേറ്റയുണ്ട്, ഉപയോഗിക്കുവാൻ കഴിവുള്ള ചെറുപ്പക്കാരുണ്ട്. ഓപ്പൺ അപ്പ് ദ ഡേറ്റ. ലെറ്റ് യങ്സ്റ്റേഴ്സ് who know how to handle the AI and ML use it so that നമ്മുടെ നാട്ടിലെ ആളുകൾക്ക് തന്നെ അതിൻ്റെ ഗുണം കിട്ടട്ടെ. AI എന്ന് പറഞ്ഞിട്ട് കാര്യമില്ല. അത് ഉപയോഗിക്കാൻ അറിയണം. അത് ഉപയോഗിച്ചുകൊണ്ട് നമ്മുടെ നാട്ടുകാർക്ക്, സാധാരണ ജനങ്ങൾക്ക് അവരുടെ ജീവിതത്തിൽ മാറ്റം ഉണ്ടാകുകയും വേണം. ഇതിൻ്റെ ഏറ്റവും ക്ലാസിക് എക്സാമ്പിളാണ് ദ യൂസ് ഓഫ് AI ഫോർ വെക്റ്റർ കൺട്രോൾ, ഫോർ ഔട്ട്ബ്രേക്ക് പ്രിവെൻഷൻ, ഫോർ ഡെങ്കി ഫീവർ റിസ്ക് റിഡക്ഷൻ ആൻഡ് പ്രിവെൻഷൻ. അതുകൊണ്ട് എനിക്ക് പോളിസി മേക്കേഴ്സിനോടും ഉള്ള ആഹ്വാനം ഇതാണ്. ഇഫ് യു ഡോണ്ട് ഹാവ് ദി എബിലിറ്റി, നിങ്ങൾക്ക് അതിനുള്ള കഴിവില്ല, പബ്ലിക് ഹെൽത്ത് ഡിപ്പാർട്ട്മെൻറ്റ് അതിനൊരു വിൽ പവർ ഇല്ല, മോട്ടിവേഷൻ ഇല്ല, കഴിവില്ല എങ്കിൽ ഇത്രയും മാത്രം ചെയ്യുക. ഡെങ്കി ഫീവർ കഴിഞ്ഞ നാളുകളിൽ വന്നിട്ടുള്ള ഡേറ്റ, ഏതൊക്കെ സ്ഥലങ്ങളിൽ നിന്ന് ഏതൊക്കെ മാസം ഏതൊക്കെ ദിവസം റിപ്പോർട്ട് ചെയ്യപ്പെട്ടു എന്നുള്ള ഡേറ്റ ഓപ്പൺ ആക്സസ് ആക്കുക. ഇതൊരു ചലഞ്ചാക്കി വെക്കുക. ലെറ്റ് ഇറ്റ് ബി എ കോമ്പറ്റീഷൻ എമംഗ് കമ്പനീസ്, എമംഗ് യങ്സ്റ്റേഴ്സ്. ഒരു ഹാക്കത്തോൺ പോലെ കണ്ടക്ട് ചെയ്യുക. വാട്ട് എവർ വേ, ലെറ്റ് സീ ഹൂ ഈസ് ഏബിൾ ടു പ്രെഡിക്റ്റ് ഇറ്റ് ബെറ്റർ നെക്സ്റ്റ് കമ്മിങ് സീസൺ. എന്നിട്ട് അതിനുശേഷം അങ്ങനെയുള്ളവർക്ക് അതിൻ്റെ റിവാർഡും ചെയ്യുക. അങ്ങനെയെങ്കിൽ നമ്മുടെ നാട്ടിൽ ഡെങ്കിപ്പനി മൂലം ഉണ്ടാകുന്ന വലിയ ഡിസപ്പോയിൻറ്റിങ് ഹെൽത്ത് ഇൻസിഡൻസ് നമുക്ക് കുറയ്ക്കാൻ സാധിക്കും. സോ ഇഫ് യു ആർ എ പോളിസി മേക്കർ ലിസണിങ് ടു ദിസ് കോൺവെർസേഷൻ, പ്ലീസ് try your best to make the data open access if the public health department does not have the facility or the willpower to do it themselves. Thank you for patiently listening. God bless our state.